ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം 75 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനും അഥവാ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കും ശ്രീമതി ടീച്ചറിനും പാർട്ടി ഇളവ് നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവും മറ്റും കണക്കിലെടുത്താണല്ലോ അത് അവരുടെ പാർട്ടിയിലെ കാര്യം അത് ചെയ്യട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു അധ്യക്ഷന് ഉണ്ടാകേണ്ടുന്നതായ വളരെ യോഗ്യതകളെ കുറിച്ച് 1 തീമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ആത്മീക അധ്യക്ഷന്മാർക്കും അഥവാ ലോകപ്രകാരമുള്ള അധ്യക്ഷന്മാർക്കും ഒക്കെ അത് വളരെ നല്ലത് തന്നെയാണ്. 1, സ്വഭാവത്തിൽ നിരപവാദ്യൻ ആയിരിക്കണം. 2, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. 3, നിർമ്മതനായിരിക്കണം അഥവാ സുബോധമുള്ളവനായിരിക്കണം. 4, ജിതേന്ദ്രിയൻ അഥവാ സുബോധമുള്ളവൻ, വകതിരിവുള്ളവൻ, വിവേകമുള്ളവൻ, മിതവാദിയായ, ആത്മനിയന്ത്രണമുള്ളവൻ, സമചിത്തനായവൻ എന്നൊക്കെയാണ് ആ ജിതേന്ദ്രിയൻ എന്നതിൻ്റെ അർത്ഥം. 5, അവൻ സുശീലനായിരിക്കണം, നല്ല ശീലമുള്ളവനായിരിക്കണം. 6, അവൻ അതിഥിപ്രിയനായിരിക്കണം. 7, ഉപദേശിപ്പാൻ അവൻ സമർത്ഥനായിരിക്കണം. 8, മദ്യപ്രിയനരുത് അഥവാ യാതൊരു വിധമാകുന്ന ലഹരിക്കും അവന് അടിമയാകരുത്. ലഹരിയുടെ ഒരു കാലമാണല്ലോ. ലഹരി വിവിധ നിലകളിലുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 9-ാമത്തെ കാര്യം, തല്ലുകാരൻ അരുത്. 10, ദ്രവ്യാഗ്രഹിയായിരിക്കരുത്. ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലാകട്ടെ ആത്മീയ ഗോളത്തിലാകട്ടെ അവൻ ആ കാര്യത്തിൽ എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ആയിരിക്കണം. 11, ശാന്തനായിരിക്കണം, സൗമ്യതയും താഴ്മയും ഉള്ളവനായിരിക്കണം. 12, കലഹിക്കാത്തവനായിരിക്കണം. 13, ദുർലോഭമോഹിയരുത്. 14, സ്വന്തം കുടുംബത്തെ ഭരിക്കുന്നവനായിരിക്കണം. 15, പുതിയ ശിഷ്യനരുത്. 16, പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. 17, അവൻ ഘനശാലിയായിരിക്കണം. 18, ഇരുവാക്കുകാർ അരുത്. വീണ്ടും ചിന്തിക്കുമ്പോൾ അടുത്തത് 19, വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവനായിരിക്കണം. 20, അവർ പരീക്ഷിക്കപ്പെടണം അഥവാ ശോധന ചെയ്യണം. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുവനെ വലിയ പ്രായമുള്ള ദൈവദാസന്മാരോട് കൂടെ ചേർത്ത് നിർത്തി വളരെ കാലം പരിശീലനം കൊടുത്തൊക്കെയാണ് ഒരാളെ ശുശ്രൂഷയിലാക്കുന്നത്. എന്നാൽ ഇന്ന് അനേക പുതിയ ശിഷ്യന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശുശ്രൂഷയുള്ളവരൊക്കെ ചെയ്യട്ടെ, എങ്കിലും പ്രായവും പക്വതയും ഒക്കെ ഉള്ളവർ അവരെ ചവിട്ടിത്താത്തുകൊണ്ട് അവരുടെ മീതെ കയറുന്ന അനുഭവങ്ങൾ അരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയുടെ പ്രമാണം. അത് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി ഒന്നും ആകരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഈ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായ ഈ ഗുണങ്ങളെല്ലാം പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷാഗണങ്ങൾക്ക് അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ടുന്നതായ കാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നു. അതിനായി അനേകരെ ദൈവം ഒരുക്കുവാൻ, വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കളെ നേടുവാൻ ഇടയാകട്ടെ.
ആമേൻ. ഈ ലോക ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നും ഓർമ്മയിൽ കരുതിടണം. ഇന്നല്ലിൽ നാളെ നീ വിട പറയും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. ഈ ലോക ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നും ഓർമ്മയിൽ കരുതിടണം. ഇന്നല്ലിൽ നാളെ നീ വിട പറയും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. ഈ ഭൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും. നേടിയതെല്ലാം കൈവെടിയും. വെറും കൈയാൽ നീ വിട ചൊല്ലിടും. നേടിയതെല്ലാം കൈവെടിയും. വെറും കൈയാൽ നീ വിട ചൊല്ലിടും. സൗഭാഗ്യമായി നീ കരുതിയതെല്ലാം നിശ്ചയം ത്യജിച്ചു നീ പോയിടണം.